ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ പുതിയ വീഡിയോ ആണ്. അച്ഛന് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അച്ഛന് എന്തിനു പോയപ്പോഴാണ് കിട്ടിയ അച്ഛാ? അച്ഛനൊരു ഫംഗ്ഷന് പോയപ്പോഴല്ലേ, ഒരു പ്രോഗ്രാമിന്റെ രാംരാജിന്റെ മുണ്ടും കിട്ടി. പരസ്യത്തിൽ അഭിനയിക്കാൻ പോയപ്പോ, ഒരു ലോ കോളേജിന്റെ പരസ്യത്തിൽ അഭിനയിക്കാൻ പോയപ്പോൾ കിട്ടിയതാണ്. അതിന് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ് ഈ ചെസ് മാഗ്നറ്റിക് ചെസ് ബോർഡാണ്. നല്ല ചെസ് ബോർഡാണ്. ഇവർ കളി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ വീഡിയോസിലേക്ക് വരാം. നടക്കുമ്പോൾ അപ്പുറത്ത് ചൂലുമായിട്ട് ഒരാൾ പോകുന്നുണ്ട്. ആദ്യമായിട്ടാണ് അമ്മയുടെ വീഡിയോ നമ്മളിതിൽ കാണിക്കുന്നത്. അപ്പോൾ വൈറൽ അപ്പോൾ കളി ഗംഭീരം. ഇതാ ചൂലും കൊണ്ട്, പ്രധാന ആയുധം ചൂലാണ്. അപ്പോൾ ചൂലും കൊണ്ട് നടക്കുകയാണ്. എപ്പോഴും അടിച്ചുവാരലും വൃത്തിയാക്കലും മാത്രമാണ് നമുക്ക് ജോലി. അതാണ് ഇന്നത്തെ. ഓക്കെ, ഇവിടെ കളി ഗംഭീരമായി നടക്കുകയാണ് സുഹൃത്തുക്കളെ. ഗംഭീര കളിയാണ്. ഞങ്ങൾക്ക് ഇവരെന്തൊക്കെ ഇതിൻ്റെ ഇടയിൽ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. കളി ഇപ്പം തന്നെ ഒന്നും തീരും തോന്നുന്നില്ല. അപ്പോൾ ഞാൻ തൽക്കാലം ഇവരുടെ കളി എന്താവും, റിസൾട്ട് എന്താവും എന്നുള്ളത് അറിയില്ല. അവിടെ നമ്മളെ മോട്ടോർ സൈക്കിളും ഏട്ടൻ്റെ ചെയിനില്ലാത്ത സൈക്കിളൊക്കെ ഉണ്ട്. ഒരു കാലാളാണ് കിട്ടിയിട്ടുള്ളത്. രോഹിത്തിന് എത്ര കിട്ടി? ഒരെണ്ണം. രണ്ടാൾക്ക് ഓരോ കാലാളാണ് കിട്ടിയിട്ടുള്ളത്. ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ അവർ മുന്നോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. എന്തും സംഭവിക്കും. യുദ്ധഭൂമിയിൽ കാലാളുകളും കുതിരയും തേരും മന്ത്രി ഒരു മാമ വന്നിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്തുള്ള മാമയാണ്. മാമ ഇന്നും പുല്ലരിയാൻ വേണ്ടി വന്നതാണ്. നമ്മളൊരു ചെസ് മത്സരമാണ്. ഇന്ന് എവിടേക്കാ പോണേ? കയറിക്കൂ. മത്സരം നടക്കട്ടെ അല്ലേ? ഒരിഞ്ഞ പോരാട്ടാണ്. ആര് ജയിക്കും ആര് തോൽക്കുന്ന ഒരു പിടുത്തമില്ല. ചിന്താവിഷ്ടന്മാരായിട്ടിരിക്കുകയാണ് രണ്ടുപേരും. അതെ അതെ. അപ്പം മത്സരം നടക്കട്ടെ. ആര് ജയിച്ചാലും ആര് തോറ്റാലും എനിക്ക് സന്തോഷം. എനിക്ക് രണ്ടുപേരും ഒരേപോലെയാണ്. അതുകൊണ്ട് ഈ യുദ്ധഭൂമിയിൽ ആര് ജയിച്ചാലും, ബുദ്ധിയുടെ യുദ്ധഭൂമിയാണിത്. ബുദ്ധിയുടെ യുദ്ധഭൂമിയിൽ ആര് ജയിച്ചാലും ആര് തോറ്റാലും രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ. ഓക്കെ, ബായ് ബായ്.